വാ നമുക്കിന്ന് ദംശരാട്സ് കളിക്കാം. ഈ ദംശരാട്സ് എന്ന് വെച്ചാൽ എന്താ? അതിൽ 2 ഗ്രൂപ്പ് ഉണ്ടാകും. ഒരാള് സിംബോളിക് ആയിട്ട് ഏതെങ്കിലും ഒരു സാധനത്തെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ പറയും. അദ്ദേഹം പറയുന്ന ആ കാര്യത്തെ മറ്റൊരാള് കണ്ടെത്തണം. ഈ ഡംഷറാസ് വളരെ നല്ലൊരു ഗെയിമാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഗെയിമാ. കള്ളൻ കള്ളൻ ആരെങ്കിലും അവനെ പിടിക്ക് പിടിക്ക്. അങ്ങോട്ട് നോക്ക്, കള്ളൻ. അവൻ പേഴ്സ് തട്ടിപ്പറിച്ച് പോവാ. വേഗം ചെല്ല്. ഹലോ മിസ്റ്റർ, ആ പേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ആ പേഴ്സ് നിങ്ങളോട് തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഞാൻ കാണുന്നത് സ്വപ്നമാണ്. ഈ പയ്യൻ ഇത്രയും വേഗത്തില് ഈ സൈക്കിൾ എങ്ങനെയാ ഓടിക്കുന്നത്? എടാ ചെക്ക, ദേവി തന്നെ വിട്ടേക്കല്ലേ, എന്നെ രക്ഷിക്ക് പ്ലീസ്, രക്ഷിക്ക്. ശരി, ഓക്കെ ചെല്. ഇനി ഒരിക്കലും ആരുടെയും സാധനം മോഷ്ടിക്കരുത്. അങ്ങനെ ചെയ്താൽ ഇത് തന്നെയായിരിക്കും ശിക്ഷ. ഒരു കാര്യം പറഞ്ഞിട്ട് പോ, നീ ആരാ മോനെ? നന്മയുടെ സുഹൃത്ത്, തിന്മയുടെ ശത്രു. എന്റെ പേരാണ് വീർ, വീർ ദ റോബോ ബോയ്. താങ്ക് യു വീർ. നീ എങ്ങനെയാ അവന്റെ കയ്യിൽ നിന്ന് ഈ പേഴ്സ് തട്ടിപ്പറിച്ചത്? തട്ടിപ്പറിച്ചതല്ല ആന്റി, അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണതാ. ഞാൻ ചെന്നത് എടുത്തോണ്ട് വന്നു. ഗുഡ് ബോയ് വീർ, നീ ഒരു വളരെ നല്ല കാര്യമാ ചെയ്തത്. ബൈ ബൈ കുട്ടികളെ. ബൈ. ഷിൻഡു എവിടെയാ ഉള്ളത്? അറിയില്ല അവൻ എവിടേക്കാ പോയതെന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? പറയൂ എന്റെ ബിൻ. എടാ കൂട്ടാ, നീ നിന്റെ അപ്പൂപ്പനെ അങ്ങ് മറന്നുപോയോ? എത്ര ദിവസമായിടാ നമ്മൾ കണ്ടിട്ട്? അപ്പൂപ്പ നിങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? ഞാനും നിന്നെ പോലൊരു ജിന്നല്ലേ, ജയിൽ ജിലേബി ജിൻ. എസ്കേപ്പ് ആയി പോയി. അവൾ ആരെ കണ്ടാ പേടിച്ചോടിയെന്ന് നിനക്കറിയാലോ അല്ലേ? അപ്പൊ നീയാണല്ലേ അവൾ എസ്കേപ്പ് ആയ കാര്യം പോലീസിനോട് ചെന്ന് പറഞ്ഞത്. പിന്നെ അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അതെ അതെ, ഓർമ്മയുണ്ട് അപ്പൂപ്പ. ഞാൻ അവിടെ പതുങ്ങി നിൽക്കുകയായിരുന്നു. ആരും അറിയാതെ ഞാൻ അത് കാണുകയും ചെയ്തു. അവൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടത് ഞാൻ പോലീസിനോട് പറയുകയും ചെയ്തു. പിന്നെ പോലീസ് അവളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അപ്പൊ അവള് ശബ്ദിച്ചൊരു കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ചു വരും. നിന്റെ എല്ലാ ശക്തികളും ഞാൻ തട്ടിയെടുക്കും. നിന്നോട് ഞാൻ പകരം ചോദിക്കും ചെയ്തു. പകരം ചോദിക്കും. മോനെ ജിൻഡു, അവളിപ്പോ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുക. നിന്നെ അന്വേഷിച്ച് നടക്കുക അവള്. പക്ഷെ നീ ഭൂമിയിലാണെന്നുള്ള കാര്യം അവക്ക് അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പൂപ്പ, നിങ്ങൾ ചിണ്ടുവിനെ നിങ്ങളുടെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അങ്ങോട്ട് പോകുന്നത് ജിൻഡുവിന് ഇവിടത്തേക്കാൾ കൂടുതൽ അപകടമാ. ഇവനെ ജിൻ വേൾഡിലാ അവള് തേടിക്കൊണ്ടിരിക്കുന്നേ. ജിൻഡു ഇന്നാ ജിൻ ക്യാച്ചർ. അവളെ നീ കാണുകയാണെങ്കിൽ ഇത് വെച്ച് അവളെ അങ്ങ് പിടിച്ചേക്ക്. ഓക്കെ അപ്പൂപ്പ. ചിണ്ടു, നീ എന്തിനാ ഇത്രയ്ക്കങ്ങ് പേടിക്കുന്നത്? അവളൊരു അപകടം പിടിച്ച ജിന്നാണ്. അവള് പകരം ചോദിക്കാൻ തിരിച്ചു വരും. പക്ഷെ ആ ജിന്നിന് നീ ഇവിടെയുള്ള കാര്യം അറിയില്ലല്ലോ. ഒന്നും ചെയ്യല്ലേ. എന്റെ പ്രിയപ്പെട്ട ചിണ്ടു, നിനക്ക് സുഖാണല്ലോ? നീ കാരണം ഇത്രയും നാൾ ഞാൻ ജയിലിലായിരുന്നു, നിനക്കറിയോ? ഇപ്പോ ഞാൻ നിന്നോട് പകരം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ എന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പോവുകയാ. ഇനി നിന്റെ കാര്യം ഞാൻ പറഞ്ഞാ നീ തെറ്റിദ്ധരിക്കില്ലല്ലോ? സത്യം പറയടാ, ചിണ്ടു ഇപ്പൊ എങ്ങോട്ടാ പോയത്? പറയാൻ. എനിക്കറിയില്ല. ചിണ്ടു എന്റെ ഒരു ശത്രുവാണ്. ശത്രുവിന്റെ ശത്രു എന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് നീ ഇന്നു മുതൽ എന്റെ കൂട്ടുകാരനാണ്. ശരി, ഇനി നീ പറ, ചിണ്ടു എവിടെയാ ഉള്ളത്? നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഡോങ്കിയെ വെച്ച് ഒരുപാട് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. കാണിക്കട്ടെ?
ഡോങ്കി ലോപ്യാസ, ഡോങ്കി മുലായ്, ഡോങ്കി തന്തൂരി, ഡോങ്കി ടിക്ക മസാല. വേണ്ട വേണ്ട, വീർ വീർ എന്നെ രക്ഷിക്കേ. ഒരു കാര്യം ഓർത്തോ, ഒരു തവണ ഞാൻ ചിണ്ടുവിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെർഫെക്റ്റ്ലി ലേഡി ജിന്നാക്കി മാറ്റും. ബൈ ബൈ. നീ എന്തിനാ ഇത്ര അധികം പേടിക്കുന്നത് ചിണ്ടു? മാജിക് കാണിച്ച് അവിടുന്ന് എസ്കേപ്പ് ആകായിരുന്നില്ലേ? അവളെ കണ്ടപ്പോ തന്നെ ഞാൻ എല്ലാ കാര്യവും മറന്നുപോയി വീർ. അകിടം പകിടം മന്ത്രം പോലും ഞാൻ മറന്നു. അവളെ പിടിക്കാൻ അപ്പൂപ്പ നിന്റെ കയ്യില് ഈ ജിൻ ക്യാച്ചർ തന്നതല്ലായിരുന്നോ? ഇത് വെച്ച് നീ അവളെ പിടിച്ചേക്ക്. പേടി കൊണ്ട് വാ തുറന്ന് സംസാരിക്കാൻ പോലും ആവുന്നില്ല. പിന്നെ എങ്ങനെയാ അവളെ പിടിക്കുന്നത്? അവൾ എവിടെ വേണേലും എപ്പോ വരാനും ചാൻസ് ഉണ്ട്. മറ്റുള്ള ജിന്നിന്റെ പവേഴ്സ് തട്ടിപ്പറിച്ച് പിന്നെ അത് വെച്ച് കളിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ്. അപ്പൂപ്പനെ ഇവളെയൊക്കെ പേടിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ചെന്ന് പതുങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഞാനും ഒളിച്ചിരിക്കാം. ജിൻഡു എവിടെ? അവന് വേണ്ടി ഞാൻ 4 കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പൂപ്പ. നിന്റെ കൂട്ടുകാരനല്ലേ അവൻ, എന്നിട്ടാണോ അറിയില്ല എന്ന് പറയുന്നേ? വേഗം അവനെ വിളിക്കിങ്ങോട്ട്. ചിണ്ടുവിനെ ഇത്ര സ്നേഹത്തോടെ ഇദ്ദേഹം എന്തിനാ വിളിക്കുന്നത്? എപ്പോഴും അപ്പൂപ്പൻ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ചാണല്ലോ വിളിക്കുന്നത്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. അപ്പൂപ്പ, നിങ്ങൾ എല്ലാ ആഹാരവും കൊണ്ട് ആ തീന്മേശ വെച്ചേക്ക്. ഞാൻ ഇപ്പൊ തന്നെ ചിണ്ടുവിനെ വിളിക്കാം. ഹലോ അപ്പൂപ്പ, നിങ്ങൾ എവിടെയാ? ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാ. എന്താ മോനെ, എന്താ കാര്യം? ഒന്നുമില്ല അപ്പൂപ്പ, വെറുതെ ചോദിച്ചതാ. ഇമ്ലി, ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പൂപ്പനല്ല, ആ ജിന്നാണ്. എന്ത്? ചിണ്ടു, വേഗം വാ. ആ ലേഡി ജിൻ അപ്പൂപ്പന്റെ രൂപത്തിൽ വന്നിരിക്കുക. ഇല്ലില്ല, ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വരാനാ പറഞ്ഞത്. വാ. ചിണ്ടു, നിക്കവിടെ. ചിണ്ടു, അകടം പകടം പറഞ്ഞ് വേഗം അങ്ങ് അപ്രത്യക്ഷമാക്. വേഗം ചെയ്യ്. ശരിക്കും പറഞ്ഞ എനിക്കിപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ല. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അകിടം പകിടം ആലം ഫാലം ദികിടം ദികിടം ദം ദമാദം. ചിണ്ടു, നമുക്കിനി എത്ര സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ പറ്റും? നീ നിന്റെ മാജിക് പവർ യൂസ് ചെയ്ത് അവളുമായിട്ട് ഏറ്റുമുട്ട്. തിങ്ക് പോസിറ്റീവ്. നീ ഒരു ധീരനാണെന്നുള്ള കാര്യം മറക്കരുത്. എന്നിട്ട് അവളെ എടുത്തിട്ട് പെരുമാറ്. ഞാൻ വീരനും ധീരനും അല്ല. ശരിക്കും പറഞ്ഞ ഞാൻ അല്ല, നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കുവാ? എനിക്ക് തോന്നുന്നത് ഇതും ലേഡി ജിൻ ആണെന്നാ. മിസ്റ്റർ സഡ്ഡയുടെ രൂപത്തിൽ വന്നിരിക്കുന്നതാ. എടാ ചിണ്ടു, വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ആക്. ലേഡി ജിൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം ദികിടം ദം ദമാദം. ഇതെന്താ എനിക്ക് പെട്ടെന്ന് പറ്റിയത്? എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ബണ്ടിയിടമ്മേ, എന്റെ പെണ്ണുമ്പിള്ളേ. അല്ല, അത് ശരിക്കും ചഡ്ഡാങ്കിള് തന്നെയാണ്. അദ്ദേഹത്തെ പഴയതുപോലെ ആക്ക്. ആ, എന്റെ ഡ്യൂപ്പ് ഇതാ വന്നോണ്ടിരിക്കാണ്. എടാ, നിന്റെ പേരെന്താ? പേരിലൊക്കെ എന്താ ഉള്ളത്? ജോലിയെ കുറിച്ച് സംസാരിക്കാം. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനൊരു ഷെഫാണ്. ഞാൻ ചെയ്യുന്നത് ഡോങ്കി പ്യാസ, ഡോങ്കി മുലായ്, ഡോങ്കി സ്വീറ്റ്, ഡോങ്കി ഹണി, ഡോങ്കി 65, ഡോങ്കി ഗ്രേവിയും ഞാൻ ചെയ്യാറുണ്ട്. ഇത് ലേഡി ജിന്ന് തന്നെയാണ്. ഓടിക്കോ. ചിണ്ടു, നിക്കവിടെ. എന്റെ പൊന്നു ചിണ്ടു, നിന്റെ എല്ലാ ശക്തികളും നീ എനിക്ക് തന്നേക്ക്. വേഗം എന്റെ അടുത്തേക്ക് വന്ന് നിക്ക്. ചിണ്ടു, നിന്റെ എല്ലാ ശക്തികളും എനിക്ക് സ്വന്തമാവാൻ പോവുകയാണ്. പിന്നെ ആർക്കും എന്നെ ഒരിക്കലും പിടിക്കാനാവില്ല. ചിണ്ടു, നിന്റെ മാജിക് യൂസ് ചെയ്യ്. മാജിക് യൂസ് ചെയ്യ്. ഫൈറ്റ് ചെയ്യ് ചിണ്ടു, ഫൈറ്റ് ചെയ്യ്. നീ സ്വയം ഒന്ന് വിശ്വസിക്ക് ചിണ്ടു. നിനക്കിപ്പോൾ ആവശ്യം ആത്മവിശ്വാസമാണ്. ഫൈറ്റ് ചെയ്യ്. ചിണ്ടു, നിന്റെ മൊത്തം പവേഴ്സും ദാ പോവുകയാണ്. എന്തെങ്കിലും ചെയ്യ്. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല.
ആ പവേഴ്സ് എന്റേതാണ്. നിക്ക്, അതെനിക്ക് വേണം. നിനക്കൊരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? നീ വലിയ മന്ത്രവാദിയാണെന്ന് നിനക്കൊരു ധിക്കാരമുണ്ട്. ഇന്ന് ഞാൻ എന്റെ പവേഴ്സിന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാം. നിന്റെ കളിയൊന്നും എന്നോട് വേണ്ട. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഡോങ്കി പവർ എത്ര എഫക്റ്റീവ് ആണെന്ന് ഞാൻ ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. കലക്കി കളഞ്ഞു. നീ കണ്ടോ ചെണ്ടു, ഇങ്ങനെ വേണം ഫൈറ്റ് ചെയ്യാൻ. പേടിച്ചൊതുങ്ങിയിരുന്ന ഒരു കാര്യവും നടക്കില്ല. ചുൾബുളിന്റെ ധൈര്യം നീ കണ്ടതല്ലേ, അവനെ കണ്ട് പഠിക്ക്. ചുൽബുൾ, നീ വളരെ ധീരനാണ്. ഞാനിത് ഒരിക്കലും മറക്കില്ല. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം വിക്കിടം ദംദമാദം. നമ്മുടെ ശരീരത്തിൽ നിന്ന് കയ്യിലേക്ക് പവർ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്റെ പവേഴ്സ് എല്ലാം വളരെ ശക്തിയുള്ള മാജിക്കൽ പവേഴ്സ് ആണ്, അല്ലെങ്കിൽ അത് കൈവിട്ടു പോവും. സൂക്ഷിച്ചാണ് ചെയ്യാൻ. ഞാൻ ആദ്യം മാജിക് പഠിക്കണം, എന്നിട്ട് മന്ത്രമൊക്കെ പറയാം. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അപ്പൂപ്പ, ലേഡി ജിന്ന് ഇവിടെ വന്നു കഴിഞ്ഞു. അവള് ചിണ്ടുവിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ചുൾബുൾ അവളുടെ കൂടെ ഫൈറ്റ് ചെയ്തു. ഇതാണ് സുഖജീവിതം. ആഗ്രഹിച്ചതെല്ലാം അടുത്ത മിനിറ്റിൽ തന്നെ കിട്ടും. ഇത് കൊള്ളാം. ഇനി നല്ല മധുരമുള്ള ക്യാരറ്റ് ആവശ്യം പോലെ ഇഷ്ടം പോലെ കഴിക്കാം. ചുൾബുൾ, നിന്റെ ഈ കളിയൊന്നും നിർത്ത്. പിന്നെ ഒരു കാര്യം, ഞാൻ പറയുന്നത് കേക്ക്. ഒരു പക്ഷെ അവൾ വേറെ വേഷത്തിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അത് അവരുടെ മുമ്പിൽ വെച്ച് പറയരുത്. എന്തായാലും നമ്മൾ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. എങ്കിൽ മാത്രമേ അത് അവർക്ക് മനസ്സിലാകാതിരിക്കൂ. നമ്മൾ സംശയിച്ചത് അവള് മനസ്സിലാക്കരുത്. ഈ ഡംചിരാഗ് തനിച്ചൊരിക്കലും വരില്ല. ഏതായാലും ഞാൻ ട്രൈ ചെയ്യാം. ഇതെല്ലാം ചുൾബുൾ എങ്ങനെയാ ചെയ്യുന്നത്? നീ അപ്പൂപ്പനോടെല്ലാം പറഞ്ഞേക്കെ. ഞാൻ ചെന്ന് പുറത്തേക്ക് പോയി നോക്കിയിട്ട് വരാം. അവള് വീണ്ടും ഇവിടെ വന്നാലോ? എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. മാറി നിൽക്കാൻ. നീ എന്നെ കളിയാക്കാൻ നോക്കുവാണല്ലേ? ഇതെന്താ? അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. വീർ, വീർ ഒന്ന് രക്ഷിക്കൂ. ചുൾബുൾ, നീ ഇങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു. നീയും ചിണ്ടുവിനെ പോലെ ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത്. എല്ലാം പഴയതുപോലെ തന്നെ മാറ്റ്. നിന്റെ പവേഴ്സ് ചിണ്ടുവിന് തിരിച്ചു കൊടുത്തേക്ക്. ഓ, അപ്പോ എന്റെ കയ്യിലുള്ള പവേഴ്സ് ഞാൻ തിരിച്ച് ചിണ്ടുവിന് കൊടുക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെങ്ങനെ കൊടുക്കാൻ പറ്റും? നീ വേഷം മാറി വന്നെന്നെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ ലേഡി ജെയിൻ. ബൈ ബൈ. നീ എങ്ങോട്ടായി ഓടി ഒളിക്കുന്നത് ലേഡി ജെയിൻ? എലീന്ന് വെച്ചാ എനിക്ക് ഭയങ്കര പേടിയാ. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ അവനെ ഇപ്പൊ തന്നെ പിടിച്ചേക്കാം. ചുൾബുൾ, ഇത് ഞാനാ, വീറാണ്. ചുൾബുൾ, ഹലോ. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. രക്ഷിക്കണേ. ചുൾബുൾ. വീർ, നീ ഏതായാലും അവളെ പിടിച്ചത് നന്നായി. അത് ലേഡി ജിന്നാണ്. ഞാൻ അവളെ എലിയാക്കി മാറ്റിയിരിക്കുക. എന്നാ പിടിച്ചോ, അതിനെ ഈ കൂട്ടിനകത്തിട്ടേക്ക്. ബക്കട് ബക്കട് ബംബേ ബോ. വീറിന്റെ ശബ്ദം നിലച്ചു പോകട്ടെ. ഞാൻ ശരിക്കും വീറാണ്. അവളാണ് ലേഡി ജിന്ന്. ഞാനൊന്ന് പറയട്ടെ. കൊള്ളാം ചുൾബുൾ, നീ ഇപ്പോൾ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ശക്തിയെല്ലാം ചിണ്ടുവിന് നീ തിരിച്ചു കൊടുത്തേക്ക്. ചിണ്ടു ഈ എലിയെ എടുത്തോണ്ട് അവന്റെ ജിൻ വേൾഡിലേക്ക് തിരിച്ചു പോകും. ജിംലിയെ അവൻ ജയിലിലാക്കും. എന്തിനാണ് നീ ധൃതി വെക്കുന്നത് വീർ? നമ്മളൊരു കുടുംബമല്ലേ? നീയല്ലേ എപ്പോഴും പറയാറുള്ളത് മാജിക് പവേഴ്സ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്താ, മറ്റുള്ളവരുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ, എല്ലാം ഒന്നാണെന്ന്. നമ്മളെല്ലാവരും ഒരേ വീട്ടിലേതല്ലേ? അല്ല ചുൾബുൾ, അത് തെറ്റാണ്. ആ ശക്തി ആരുടേതാണോ അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടണം. നീ വാ, പെട്ടെന്ന് ആ മാജിക് പവർ തിരിച്ചു കൊടുത്തേക്ക്.
ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ കണ്ട അസൂയാണ്. കുറച്ച് സമയത്തേക്ക് ആ മാജിക് പവേഴ്സ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു ഹീറോ ആവില്ലേ? എത്ര സമയത്തേക്ക് നിനക്ക് ഇങ്ങനെ ഇരിക്കണം? കുറഞ്ഞത് ഒരു 25 വർഷം. ചുൾബുൾ, ഇത്ര അത്യാഗ്രഹം പാടില്ല. നിങ്ങൾ എല്ലാവരും നല്ലവരാണ്. എപ്പോഴും എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. വേഗം വാ, അവന്റെ പവേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ഞാൻ അല്പനേരം സന്തോഷമായിട്ട് ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? എല്ലാരും പറഞ്ഞത് ശരിയാ, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അത് കണ്ടോ, ലേഡി ജെൻ കൂട്ടിനകത്ത് കിടന്ന് പടയ്ക്കുന്നത് കണ്ടില്ലേ? നീ ഞങ്ങളെ വെച്ച് പപ്പറ്റ് കളിക്കാൻ വന്നതല്ലേ? ഇപ്പൊ നീ തന്നെ പപ്പറ്റായി മാറിയിരിക്ക. ഇവനെന്താ എന്തോ സിംബോളിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഇവൻ സിഗ്നൽ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അവൻ വീറല്ല. അവന് നീണ്ട മുടിയുണ്ട്, നീണ്ട മൂക്കുണ്ട്. അതെല്ലാം മാജിക് കൊണ്ട് മറച്ചു വച്ചിരിക്കുക. ഒരു പക്ഷേ ഈ എലി നമ്മുടെ വീറാണോ? എന്ന് വെച്ചാ ഇതൊക്കെ ലേഡി ജിന്നിന്റെ കളിയാണോ? മതി ചുൾബുൾ, കളിക്കുന്നത് നിർത്ത്. ചിണ്ടുവിന് അവന്റെ പവേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ശരി ശരി, ഓക്കെ. കുറച്ച് സമയം കൂടി ഇതുപോലെ ഇരുന്നാ കൊള്ളാമായിരുന്നു. അകടം പകടം. നീ വീറല്ലേ? അകടം പകടം, അകടം പകടം, ദം ദമാദം, ദം ദമാദം, ദം ദമാദം. ഓടിക്കോ. വീർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ലേഡി ജിൻ, ഇനി നമ്മൾ രണ്ടാളും തമ്മിലാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ചിണ്ടുവിന്റെ ശക്തി നിനക്ക് വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. വീർ, നിനക്ക് ഒരിക്കലും എന്നെ ജയിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവാ. എന്നിട്ട് ഞാൻ എല്ലാവരെയും കൊന്നൊടുക്കും. ഓടിക്കോ 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 ഓടിക്കോ. രക്ഷിക്കണേ. അയ്യോ. ശരി, നോക്കാം ആരാരെയാ തോപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അക്കടം പക്കടം ലംബോ, ജാദൂബാല, അവന്റെ അടുത്തേക്ക് ചെല്ല്. ഇതെന്റെ ടേണാണ്. എന്റെ സ്വീപ്പർ എവിടെ പോയി? എത്രയും പെട്ടെന്ന് എന്റെ സ്വീപ്പർ തിരിച്ചു വരട്ടെ. മാഡം, നിങ്ങൾ എന്ത് കാര്യമായി ചെയ്തത്? നോ, എന്റെ സ്വീപ്പർ ഞാൻ തന്നെ പൊട്ടിച്ചു കളഞ്ഞല്ലോ. നോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒരു കൊതുകിനെ ചവിട്ടിക്കൊല്ലും പോലെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. എന്നാ വാ, ഞാനൊരു കൊതു കൈമാറിയേക്കാം.
ജീവിതകാലം മുഴുവൻ നന്നായി റെസ്റ്റ് എടുക്ക്. ചിണ്ടു നിന്റെ പവേഴ്സ് എടുത്തോ. ഇവളെ ജിൻ വേൾഡിലേക്ക് കൊണ്ടുപോക്. താങ്ക് യു വീർ. വരൂ ജിൻ അമ്മുമ്മേ, ഇനി ജയിലിലിരുന്ന് റെസ്റ്റ് എടുക്ക്. ഹാ. ആ അല്ല, നമ്മുടെ ചുൾബുൾ എവിടെ പോയി? നിനക്ക് എന്താ പറ്റിയത് ചുൾബുൾ? ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ പവേഴ്സ് എല്ലാം എന്റെ കൈവിട്ട് പോയി. ഞാനിപ്പോ എന്ത് ചെയ്യും?